ഹലോ, 4 മണി ചായയോടൊപ്പമൊക്കെ നന്നായി കറുമുറയെ കുറിക്കാൻ പറ്റുന്ന ഒരു ചിപ്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ഒരു പാസ്ത കൊണ്ടാണ് നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് ഈ പാസ്ത എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം തിളക്കാനായിട്ട് വെച്ചു. അതിലേക്ക് ഉപ്പ് ചേർത്തു. പിന്നെ കുറച്ച് ഓയിൽ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് പറ്റിപ്പിടിച്ച് പോവാതിരിക്കാനാണ് ഇങ്ങനെ ഓയിൽ ചേർക്കുന്നത്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ചേർക്കുവാണ്. പാസ്ത വേവാനുള്ള സമയം അതിൻ്റെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതനുസരിച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുവാണ്. ഏതാണ്ടിപ്പോൾ വെന്തിട്ടുണ്ട്. വല്ലാതെ വെന്ത് കലങ്ങിപ്പോവരുത്. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഊറ്റി എടുക്കാം. ഇനി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്ത പാസ്തയിലേക്ക് ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. കോൺഫ്ലവർ ആയാലും മതി ചേർക്കുന്നത്. അതും 1/2 കപ്പ് എടുത്തതിന് നിന്ന് എനിക്ക് കുറച്ചധികം ബാക്കി വന്നു. ഒരു 1/4 കപ്പിൽ കൂടുതൽ മാത്രം മതിയാവും. പിന്നെ അതിലേക്ക് ഞാൻ ഫ്ലേവറിന് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുവാണ്. ഫ്ലേവറിന് വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചേർക്കാം. കായമോ അതുപോലെ അല്ലെങ്കിൽ ചാട്ട് മസാലയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചേർത്തത്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയാൽ മാത്രം മതി. അതിനായി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു. നന്നായിട്ട് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇത് നമ്മളിങ്ങനെ പെറുക്കി ഇടുവാണ്. അതിലാ പൊടി ഇതിലേക്ക് ചേർക്കരുത്, അല്ലെങ്കിൽ ആ എണ്ണയിൽ പൊടി കിടന്ന് കരിഞ്ഞു പോവും. അപ്പോൾ പൊടി ഇല്ലാത്ത രീതിയിൽ അത് പെറുക്കിയെടുത്ത് അങ്ങിടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഒരു മീഡിയം തീയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല കറുമുറ ഫ്രൈ ആവുന്ന വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ പല തവണയായിട്ട് അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്തപ്പോഴത്തേക്കും ചെറിയൊരു ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു ശകലം മുളക് പൊടിയും അതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അങ്ങനെ ഇവിടെ പാസ്ത മുഴുവനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ ഒരു ചിപ്സായിട്ട് ഇത് ഉപയോഗിക്കാം. താങ്ക് യു.